മഹ്മൂദ് മംദാനിയുടെ 2004 പുറത്തിറങ്ങിയ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ബാഡ് മുസ്ലിം എന്ന ശീർഷകത്തെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രാഷ്ട്രീയം പറയുന്ന, അധികാരികൾക്ക് മുമ്പിൽ വാലാട്ടാത്ത, അതുപോലെ തൻ്റെ ഇടമുള്ള ഒരു മുസ്ലിം എന്ന രീതിയിലാണ് അദ്ദേഹം ബാഡ് മുസ്ലിമിനെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആ രീതിയിലാണ് അറിയപ്പെടുന്നത്. അമേരിക്ക എന്ന വലിയൊരു ഭൂഖണ്ഡത്തിൽ അറിയപ്പെട്ട ഒരു സിറ്റിയായ ന്യൂയോർക്കിൽ അദ്ദേഹം മേയർ കാൻഡിഡേറ്റായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് അറിയേണ്ടതുണ്ട്. നമ്മൾ അദ്ദേഹത്തെ പറ്റി അറിയാൻ സാധ്യത ആര്യ രാജേന്ദ്രനോടെ ആയിരിക്കാം. ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞൊരു നഗരപിതാവായി തിരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്: ഇത്തരത്തിലുള്ളൊരു മേയറെയാണ് നമുക്കും ആവശ്യം. അത്തരത്തിലുള്ള പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇദ്ദേഹവും ഒരു ലെഫ്റ്റ് സൈഡ് സോഷ്യലിസ്റ്റ് ലൈനിലൂടെ സഞ്ചരിക്കുന്ന, വളരെ ധീരമായ നിലപാടുകൾ എടുക്കുന്ന, ആരുടെ മുന്നിലും തൻ്റെ നിലപാടുകൾ പറയാൻ മടിക്കാത്തൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇദ്ദേഹം. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അദ്ദേഹം എങ്ങാനും ന്യൂയോർക്കിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ സമയത്ത് ഇദ്ദേഹം അവിടുത്തെ മേയർ ആയിരിക്കെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ ധീരമായ നിലപാടുകളാണ് അദ്ദേഹം എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്യുന്ന ഒരു കശാപ്പുകാരനായിട്ടാണ് അദ്ദേഹം നരേന്ദ്രമോദിയെ പരിചയപ്പെടുത്തുന്നത്. ഈ ഗുജറാത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണക്ഷൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള മഹ്മൂദ് ഹംദാനി, അദ്ദേഹം ഒരു ഇൻഡോ ഉഗാണ്ടൻ വംശജനാണ്. അദ്ദേഹം താമസമാക്കുന്നതൊക്കെ നമ്മുടെ ഗുജറാത്തിലാണ്. ഈ ഗുജറാത്ത് കലാപമൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം അത് നേരിട്ട് ഗുജറാത്ത് കലാപത്തിൽ നേരിട്ടൊരു ദൃക്സാക്ഷിയാവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും എഴുത്തുകളൊക്കെ ഇത്തരത്തിൽ ഈ മേഖലയിലൂടെ ഇസ്ലാമിനെ, അതായത് മുസ്ലിങ്ങൾ വംശീയമായി അതിക്രമങ്ങളൊക്കെ നേരിടുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ മകനിലും നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിൻ്റെ അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇന്ത്യൻ ഒറിജിനായ ഫിലിം മേക്കറാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. എന്തിനേറെ ഓസ്കാർ നോമിനേഷന് വരെ അദ്ദേഹത്തിൻ്റെ അമ്മക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ ഇസ്രായേലിലെ ഒരു ഫിലിം ഫെസ്റ്റിവലിന് വിളിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എന്നാണോ ഇസ്രായേൽ സായണിസ്റ്റ് വാദം അല്ലെങ്കിൽ സായണിസ്റ്റ് ആശയം എന്നാണോ നിർത്തുന്നത്, ആ സമയത്തേ ഉള്ളൂ ഞാൻ ഇസ്രായേലിലേക്ക് കാലുകുത്തുക എന്നുള്ള ഒരു. ഇങ്ങനെയുള്ളൊരു രക്ഷിതാക്കൾക്കിടയിൽ വളർന്നു വന്നൊരു മകൻ ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വീകാര്യമുള്ളൊരു രാഷ്ട്രീയക്കാരനായിട്ടേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇദ്ദേഹം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അമേരിക്കയിലെ ചെറിയ രീതിയിലുള്ള ജനങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ആളുകൾക്കിടയിലും ഇറങ്ങിച്ചെന്ന് ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും അമേരിക്കയിൽ ഇദ്ദേഹം ഒരുപാട് വംശീയ അധിക്ഷേപങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കാര്യമാണെങ്കിലും ഇദ്ദേഹത്തെ ഒരു ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി ഇദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ ബുർക്ക ധരിച്ച രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഒരു ഭ്രാന്തനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനെന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ന്യൂയോർക്കിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ജനപിന്തുണയും നല്ല രീതിയിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇതിനുള്ള കാരണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ തന്നെയാണ്. ന്യൂയോർക്കിൽ ഉടനീളം നേരിടുന്ന ഒരു പ്രശ്നമാണ് സാധാരണക്കാരന് വീടുകളില്ല എന്നുള്ളത്. അപ്പോൾ സാധാരണക്കാർ റെൻറ്റിനെടുത്ത് കൂടുതൽ റെൻറ്റ് കൊടുത്തിട്ടാണ് അവിടെ താമസിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനം ഉള്ളത് ഇത്തരത്തിലുള്ള സാധാരണക്കാർക്കുള്ള റെൻറ്റിനുള്ള നികുതികൾ ഫ്രീസ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു വാഗ്ദാനമാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ചൈൽഡ് കെയർ സെൻ്ററുകൾ കൊണ്ടുവരിക എന്നുള്ളത്. ഈ ന്യൂയോർക്ക് പോലത്തെ വലിയ ജനത്തിരക്കുള്ള സിറ്റികളിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് ചൈൽഡ് കെയർ സെൻ്ററുകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായാണ്. അത്തരത്തിലുള്ള കെയർ സെൻ്ററുകൾ കൊണ്ടുവരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരുപാട് സ്വാധീനം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ തിരിമറികൾ ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല എന്നാണ്. കാരണം ലോക ജനത വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുണ്ട്. അവരെല്ലാം കൊണ്ടും ബോധവാന്മാരാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ നടത്തിയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ലോക രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
അതിൻ്റെ എഫക്റ്റുകളാണ് ഓരോ രാജ്യങ്ങളായി യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും നാം പടിപടിയായി കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒരു തുടർച്ച ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്.